നല്ലൊരു വാർത്ത. നല്ല വാർത്ത എന്ന് പറഞ്ഞാൽ നമുക്ക് കൊതി വരും. മകളെ മാപ്പ്. ഇൻസ്റ്റാ സുഹൃത്തിൽ നിന്നും അവിവാഹിതയായ മകൾ ഗർഭിണിയായി. നദിയിൽ മുക്കിക്കൊന്നു പിതാവ്. എവിടെയെങ്കിലും പോയി ജീവിച്ചാളാമെന്നും കൊല്ലരുതെന്നും ഖുഷി കെഞ്ചിയെങ്കിലും സമ്മതിച്ചില്ല. ഇതോടെ മകളുടെ കാലിൽ തൊട്ട് വന്നിക്കുന്നത് പോലെ നിന്ന് ലോക്പാൽ അടുത്ത നിമിഷം ഖുഷിയെ നദിയിലേക്ക് തള്ളിയിടുകയും താഴ്ത്തുകയുമായിരുന്നു. നമ്മൾ വിശദമായിട്ട് വായിക്കുമ്പോഴാണ് കൂടുതൽ സുഖം കിട്ടുന്നത്. അയാൾ അനുഭവിച്ച ആ ഒരു നിർവൃതിയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അത് ഭയങ്കര രസമാണ്. അത് ഇൻസ്റ്റാഗ്രാം സുഹൃത്തിൽ നിന്നും ഗർഭിണിയായ 18 തികയാത്ത മകളെ നദിയിൽ മുക്കിക്കൊന്ന പിതാവ് അറസ്റ്റിൽ. അവൻ്റെ അപ്പനല്ലോ അല്ലേ. തെക്കൻ ഡൽഹിയിലെ തിഗ്രി സ്വദേശി ലഖ്പത് സിംഗ് ആണ് മകൾ ഖുഷയെ കൊന്ന കുറ്റത്തിന് അറസ്റ്റിലായത്. ഇത് ലോക്പാൽ സമ്മതിച്ചില്ല. കാലിൽ തൊട്ട് വന്നിക്കുന്ന പോലെ നിന്ന് ലോക്പാൽ, അയാളുടെ വീട്ടിൽ വിളിക്കുന്ന പേരായിരിക്കും ലോക്പാൽ. എന്തുവാണേലും സിംഗ് മകൾ ഖുഷയെ കൊന്ന കുറ്റത്തിന് അറസ്റ്റിലായത്. കുടുംബത്തിന്റെ മാനം രക്ഷിക്കാനാണ് മകളെ കൊന്നതെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു. ഇപ്പൊ കുടുംബത്തിന്റെ മാനോളം ഉയർന്നിരിക്കുകയാണ്. ഇതിൽ കൂടുതൽ എന്ത് മാനമാണ് കുടുംബത്തിന് വേണ്ടത് അല്ലേ? ഒരു കൊലപാതകം ചെയ്യുന്ന ഒരാളുള്ള വീടെന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു അഭിമാനിക്കാൻ നമുക്ക്. അതും ആ പെണ്ണിനെ അങ്ങനെ ഗർഭിണിയായെന്നൊക്കെ പറഞ്ഞാൽ 18 തികയാത്ത കൊച്ച് അങ്ങനെ ചെയ്യാവോ? അവളെ മാത്രമല്ല അവനെയും കൂടെ പറ്റിയാവുന്ന മുക്കിക്കൊല്ലാൻ ഇയാൾക്ക് സമയം കിട്ടാൻ എന്താണെന്ന് എനിക്കറിയത്തില്ല. അതുകൂടെ ചെയ്തിരുന്നെങ്കിൽ കുടുംബത്തിന്റെ മാനം വീണ്ടും ഇരുന്ന് മാനത്തിന്റെ അപ്പുറം പോയേനെ. മാനത്തിൽ ഉയർന്നേനെ. 8 വയസ്സുള്ളപ്പോൾ അമ്മയെ നഷ്ടമായ ഖുഷിക്ക് സുഹൃത്തുക്കളായിരുന്നു അഭയം. ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ട കൗമാരക്കാരനുമായി 8 മാസം നീണ്ട സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറിയതോടെ ഗർഭിണിയായി. ഇതാണ് ഇവിടുത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു കുഴപ്പമാണ്, സ്കൂളിങ്ങിന്റെ കുഴപ്പമാണ്. കുട്ടികളെ 8ാം ക്ലാസ് മുതൽ ഈ കോൺട്രസെപ്റ്റീവ്സ്, കോണ്ടംസ്, ഇതിനെപ്പറ്റിയൊക്കെ നല്ല അറിവുണ്ടായിരിക്കണം. കോണ്ടം ഉപയോഗിക്കാതെ ഒരു കാരണവശാലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് എന്ന് സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ട ആവശ്യം എന്താണെന്ന് മനസ്സിലായോ? ഇതുപോലുള്ള കൊലപാതകങ്ങൾ നടക്കും, ആത്മഹത്യകൾ നടക്കും, അൺവാണ്ടഡ് പ്രഗ്നൻസിയും, അത് കഴിഞ്ഞ് കുച്ചിനെടുത്ത് റീലും കത്തിക്കലും കുഴിച്ചുമൂടലും വെള്ളത്തിൽ മുക്കലും ഒക്കെ കുഞ്ഞിന് സംഭവിക്കും. ഇപ്പൊ ഗർഭിണിയായപ്പോൾ ഒരു പെൺകൊച്ചിന് സംഭവിച്ചില്ലേ? കാരണം വേറൊന്നുമല്ല, എല്ലാവരും ഇത് കുഴപ്പമൊന്നും ആകത്തില്ല. ഇപ്പോൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇയാൾക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാകില്ല, ഇയാൾ അറിയാൻ പോകുന്നില്ല. കാരണം ഇയാൾ അമ്മ നഷ്ടപ്പെട്ട പിന്നെ കൊച്ചിനെ അങ്ങനെ വലിയ കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ കൊച്ചിപ്പോൾ ഈ ഗർഭിണിയൊക്കെ ആയത്. അപ്പോൾ അത് നടക്കത്തില്ല. അങ്ങനെ എത്ര മരണങ്ങൾ നടക്കുന്നുണ്ടാകും, എത്ര വാർത്ത ഉണ്ടാകുന്നു, എത്ര റിപ്പോർട്ട് ചെയ്യുന്നു നമുക്കറിയത്തില്ല. ഇന്ത്യയാണ്. അപ്പോൾ ഇത് കേരളത്തിലെങ്കിലും 8ാം ക്ലാസ് മുതൽ കുട്ടികൾക്ക് ഈ പറഞ്ഞ സെക്സ് എഡ്യൂക്കേഷനോടൊപ്പം തന്നെ കോണ്ടം യൂസിന് നിർബന്ധമായും ചെയ്യണം എന്നുള്ളത് പഠിപ്പിച്ചു വെക്കുക. അതും അല്ലെങ്കിൽ IPL പോലെ സാധനങ്ങളെ പറ്റി പഠിപ്പിച്ചു വെക്കുക. അത് ഒരുപാട് കഴിച്ചുകൊണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റി ഇത് കഴിച്ചവരോ അങ്ങനെ ദുരിതം അനുഭവിച്ചവരുടെ മെഡിക്കൽ സംഭവങ്ങളോ ഒക്കെ എടുത്ത് അതും കാണിച്ചു കൊടുക്കുക, സാക്ഷ്യം പറയുക, അത്ര വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക, അതെല്ലാം കുട്ടികളുടെ സ്കൂളിൽ കൊണ്ട് പ്രദർശിപ്പിക്കുക. ഇങ്ങനെയൊക്കെ പഠിപ്പിക്കണം. കോണ്ടം ഇടേണ്ടത് എങ്ങനെ പഠിക്കണ്ടേ? അല്ലെ പിന്നെ കണ്ടില്ലേ, ഒരാൾ കുടുംബത്തിന് മാനം ചിലപ്പോൾ അങ്ങ് മാനോളം ഉയർത്തും. 8 മാസം നീണ്ട സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറി ഒരു ഗർഭിണിയായിരുന്നു. അങ്ങനെ ഗർഭിണിയല്ലാകത്തില്ല, അറിവില്ലായ്മ കൊണ്ടാണ് അൺവാണ്ടഡ് പ്രഗ്നൻസി ഒക്കെ ഉണ്ടാകുന്നത്. 4 മാസമായപ്പോഴാണ് താൻ ഗർഭിണിയായെന്ന് പെൺകുട്ടി തിരിച്ചറിഞ്ഞത്. അത്ര നാളല്ല, അതിനെ നേരത്തെ നമുക്ക് ഗുളി കൊടുത്ത് രക്ഷപ്പെടുത്താന്ന്. ഇതോടെ കാമുകനെ വിവരം അറിയിച്ചു. ഇരു വീട്ടുകാരും സംസാരിച്ചുവെങ്കിലും സമൂഹത്തിലെ അവമാനം ഭയന്ന് ഗർഭഛിദ്രം നടത്താൻ ഖുഷിയുടെ വീട്ടുകാർ തീരുമാനിച്ചു. ഗർഭചിത്രത്തിന് ഖുഷിയെയും സമ്മതിപ്പിച്ചു. എടാ അതും കഴിഞ്ഞു. ഗർഭചിത്രം നടത്തുന്നതിനായി ആശുപത്രിയിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അച്ഛൻ ലോക്പാലും ബന്ധുവും ചേർന്ന് ഖുഷിയെ ആഗ്രയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ബന്ധുവീട്ടിൽ താമസിച്ച ഇവർ പിറ്റേന്ന് രാവിലെ ചമ്പൽ നദിയിലെ ആളൊഴിഞ്ഞ ഭാഗത്തേക്ക് ഖുഷിയെ കൂട്ടിക്കൊണ്ടുപോയി. തുടർന്ന് ഖുഷിയോട് നദിയിലേക്ക് ചാടാൻ ആവശ്യപ്പെട്ടു. എവിടെയെങ്കിലും പോയി ജീവിച്ചോളാമെന്നും കൊല്ലരുതെന്നും ഖുഷി കെഞ്ചിയെങ്കിലും സമ്മതിച്ചില്ല. ഇതോടെ മകളുടെ കാലിൽ തൊട്ട് വന്നിക്കുന്നത് പോലെ നിന്ന് ലോക്പാൽ അടുത്ത നിമിഷം ഖുഷിയെ നദിയിലേക്ക് തള്ളി ഇടുകയും താഴ്ത്തുകയുമായിരുന്നു. ശ്വാസം നിലയ്ക്കോളം വെള്ളത്തിൽ മുക്കിപ്പിടിച്ചെന്നും പോലീസ് കണ്ടെത്തി. അത് നല്ല രസമുള്ളൊരു അച്ഛനല്ലേ. അച്ഛൻ, അമ്മ, മകൾ. ഇവിടെ അച്ഛനെയും അമ്മയും മകളും കളിക്കാം കുറെ പേര്. അച്ഛനമ്മ കളിക്കത്തില്ലേ? കൊച്ചുങ്ങളെ പണ്ട് കളിക്കാം, അച്ഛനമ്മ കളിക്കാന്ന് പറഞ്ഞിട്ട് എന്താണ് കഞ്ഞിയും കറിയൊക്കെ കൂടി ചെയ്യുക ഞങ്ങളെ. ഇവനെ ഇവന്റെ തള്ളെ അങ്ങ് നോക്കിക്കൊണ്ടിരുന്നതിൽ ഈ പ്രശ്നം ഉണ്ടാകത്തില്ല. ലോക്പാൽ എന്ന് പറഞ്ഞവൻ്റെ അവൻ കൊള്ളാം, നല്ല സീനാണ് കാണിച്ചതായാലും. നദിയുടെ സൈഡിൽ കൊണ്ടിട്ട് കാല് തൊട്ട് വന്നിക്കുന്ന പോലെ കാണിച്ച് അവൻ എന്തെങ്കിലും വലിയ പ്രാർത്ഥിച്ച് കാണുമായിരിക്കും. അവൻ്റെ ദൈവങ്ങളോടൊക്കെ പറഞ്ഞ് കാണുന്നു, എൻ്റെ കുടുംബമല്ലേ എന്ന് വെച്ചാൽ വലുത്. എന്ത് ഈ കുടുംബം എമ്പോഴാണ് കുടുംബം അറിയോ? അയ്യ അങ്ങനെ ഊരുമ്പോൾ ഇമ്പമുള്ള കുമ്പമൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ട് നദിയിൽ കൊണ്ടുപോയി കൊച്ചിനെ മുക്കിക്കൊല്ലുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്. അവന് സ്കലിച്ച് കാണും ആ മയിലിന്. അവനിങ്ങനെ രതിമൂർത്തിലെത്തി കാണും. അല്ലെങ്കിൽ കുഞ്ഞ് സ്വന്തം മോളെ, അത് അമ്മ മരിച്ച് ഒരു കൊച്ച് അതിന് ഓൾറെഡി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കണം. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ലൈംഗിക ബന്ധത്തിലേക്ക് ഏർപ്പെടുകയും പെട്ടെന്ന് ഗർഭിണിയാവുകയും ചെയ്യുന്ന അറിവില്ലായ്മയോ അതിനൊരു സഹായം ഇല്ലാത്ത അമ്മ ഉണ്ടാകാൻ ഈ മരം കൊന്നേനെ.
പക്ഷെ നല്ലൊരു സുഖമാട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സുഖമല്ലേ? കാരണം എന്താ, നമ്മുടെ വീട്ടിൽ നിന്ന് സംഭവിച്ചിട്ടില്ല, നമ്മളൊക്കെ ഭയങ്കര സേഫ് ആണെന്ന് നമുക്ക് തോന്നും. നമ്മുടെ കുട്ടികൾക്ക് സന്തോഷം വരും. കണ്ടോ അച്ഛനെ കണ്ടോ, ഈ അച്ഛൻ കണ്ടോ, സൂപ്പറാണ്, നിന്നെ കൊണ്ടുവല്ലേ നോക്കുന്നത്, നിന്നെ കൊന്നൊന്നുമില്ല, വെള്ളത്തിൽ നമുക്ക് കൊല്ലുന്നില്ലല്ലോ, ഗർഭിണി ആയാലും ഇല്ല പറയാൻ പറ്റില്ല, ഇവിടുത്തെ ഏത് മരുന്നും ചിലപ്പോൾ ഇതൊക്കെ ചെയ്യും. അപ്പോൾ ഗർഭിണിയാകുന്നതിനെ പറ്റി പറയുമ്പോൾ ഈ കഥ പറയണ്ട, വേണ്ട 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 വേണ്ട. പിള്ളേർ വലിയ ഗർഭിണിയായിട്ട് വന്നിട്ട് അത് പ്രശ്നമാവും. അതുകൊണ്ട് അത് പറയണ്ട, ആരും അറിയിക്കേണ്ട, നമ്മൾ മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, ഗർഭിണിയായാൽ ചിലപ്പോൾ കൊല്ലാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മേൽ ഗർഭിണിയാക്കരുത്, കോണ്ടംസ് യൂസ് ചെയ്യുക, കോൺട്രസെപ്റ്റീവ്സിനെ കുറിച്ച് പഠിച്ചിരിക്കുക. ഏത് പെണ്ണും, മനസ്സിലായോ? എല്ലാ പെണ്ണുങ്ങളുടെ ഉത്തരവാദിത്വം അത്, അല്ലാതെ ആണുങ്ങളുടെ ഉത്തരവാദിത്തം അല്ല. പെണ്ണ് കോണ്ടം ഇല്ലാതെ അതിനകത്ത് കയറാൻ സമ്മതിക്കരുത്, അത്രേ ഉള്ളൂ. കൂടുതൽ സംസാരിക്കേണ്ട, ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ആ സാധനം അകത്ത് പോകരുത്. ഇനി അകത്ത് പോയാൽ തന്നെ അപ്പം തന്നെ IPL മേടിച്ച് കഴിച്ചോണം. എന്തെങ്കിലും കാരണവശാൽ കോണ്ടം പൊട്ടും അറിഞ്ഞില്ലെന്നോ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കൊന്നും വേണം നോക്കി ചെക്ക് ചെയ്യും, കോണ്ടം പൊട്ടില്ലോ എന്നൊക്കെ പിടിച്ച് നോക്കി അറിയാനൊക്കെ പറ്റും. അപ്പോൾ അവർക്ക് അങ്ങനെ ചെയ്താൽ മതി, പൊട്ടുമ്പോൾ അറിയാം. അപ്പോൾ ഉടനെ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ പോലെ അതിനകത്ത് 7 പോയിട്ടുണ്ടെങ്കിൽ കോൺട്രസെപ്റ്റീവ്സ് എടുക്കുക, രക്ഷപ്പെടുക. സേഫ് പീരീഡ്സിൻ്റെ ടൈമിംഗ് ഒന്നും ഗൂഗിൾ നോക്കി അറിയാൻ പറ്റും. എന്നാൽ റിസ്ക് എടുക്കണ്ട, അത്രയും ചെയ്താൽ മതി പെണ്ണുങ്ങൾ. അല്ല ചുമ്മാ അപ്പനെ കൊലയാക്കരുത് കേട്ടോ. നല്ല കുടുംബത്തോട് സ്നേഹമുള്ള അച്ഛനാണ്. അച്ഛൻ കുടുംബത്തിൻ്റെ മേന്മ വാനോളം ഉയർത്താൻ. കൊലപാതകം മറയ്ക്കാൻ ലോക്പാലും ബന്ധുവും ചേർന്ന് മകൾ വിഷാദം മൂലം ജീവനൊടുക്കിയെന്ന് കഥ പറഞ്ഞു പരത്തുകയും ഇതിനായി വെള്ളത്തിൽ നിന്ന് കുശി എടുക്കുന്നതിന്റെ ചിത്രങ്ങൾ മൊബൈലിൽ പകർത്തുകയും ചെയ്തു. ഓഹോ, ഇത് സ്റ്റൈൽ മറ്റേ ദൃശ്യം ലെവലേണ്ട. ദൃശ്യ സിനിമ തീരുന്നില്ല, ഇനി ഇത് ഇതൊക്കെ സിനിമ ആക്കരുതേ, ജിത്തുവേ, അറിയാതെ പോലും അങ്ങോട്ടൊന്നും. പുതിയൊരു കഥ വന്നിട്ടുണ്ട്. തൃശ്ശൂർ സ്ക്വാഡ് പോയി ആന്ധ്രയിലെങ്ങാണ്ട് MDMA ലാബ് കത്തിക്കും, വലിയ മുതലാളി കണ്ട് പിടിച്ചിട്ടുണ്ട്. അത് നല്ലൊരു സ്റ്റോറി ആയിരിക്കും, അത് നല്ലൊരു കാര്യമാണ്. പോലീസിനെ സംബന്ധിച്ച് ഈ കേരള പോലീസിന്റെ ഈ ഡ്രഗ് വേട്ടയിൽ ഏറ്റവും വലിയ വേട്ടയിൽ പോയി ഇതൊക്കെ ആളോ അറിയത്തില്ല, വാർത്ത വന്നത് അത് നല്ല പരിപാടിയാണ്. കൊലപാതകം മറിക്കാൻ ഇനി അങ്ങനെയുള്ളവർ പിടിക്കും, ഈ പാവപ്പെട്ടവർ പിടിക്കാതെ. കൊലപാതകം മറിക്കാൻ അങ്ങനെ ചെയ്തു എന്ന് കുശി എടുത്ത് എന്ത് മൈനാണ് കൊള്ളാം. അവനല്ലേ അങ്ങനെ എടുത്ത് കൊന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് പോലീസിനെ പറ്റിക്കണം. അയ്യോ കൊച്ചു ആത്മഹത്യ ചെയ്താണ്, പഴയ പരിപാടി ഇതൊക്കെ. തുടർന്ന് വീട്ടിലെത്തിച്ച് സംസ്കാര ചടങ്ങുകൾ നടത്തി. സംശയം തോന്നിയ അയൽവാസി പോലീസിൽ വിവരം അറിയിച്ചതോടെയാണ് കൊലപാതകം തെളിഞ്ഞത്. അയൽവാസിക്ക് സംശയം തോന്നാൻ എന്താ കാര്യം? ഇങ്ങനെയൊക്കെ സംഭവിക്കുക ശരി, അങ്ങനെ സ്വാഭാവികമായിട്ട് കൊച്ചങ്ങനെ ചാടേണ്ട ആവശ്യമില്ല. വിശദമായ ചോദ്യം ചെയ്യൽ കുടുംബത്തിന്റെ അഭിമാനം സംരക്ഷിക്കാൻ മകളെ താൻ കൊലപ്പെടുത്തിയെന്ന് ലോക്പാൽ സമ്മതിച്ചു. അയ്യോ അത് അതിലും വലിയ മണ്ടൻ. അവസാന നിമിഷം വരെ പിടിച്ചേക്കണം. എന്താണ് ഇത്രയൊക്കെ ചെയ്യുന്നത്? നേരെ സമ്മതിക്കരുതാണ്. സമ്മതിച്ചില്ലെങ്കിൽ തെളിയിക്കാൻ പാടാ. അത് മുങ്ങിപ്പോയെന്ന് തന്നെ വിചാരിക്കും. അല്ലെ മറ്റോ പേടിച്ച് കൂടി വല്ലതും പറഞ്ഞാലേ ഉള്ളൂ ബന്ധു. അപ്പോൾ നിങ്ങൾ പറയേണ്ടല്ല, നിങ്ങൾ അവിടെ ധ്യാനത്തിന് പോയപ്പോൾ എന്നൊക്കെ പറഞ്ഞു തരണം എന്നുള്ള അവന്മാരെ സിനിമ കണ്ടു കാണത്തില്ല. ഇതേത് ഡൽഹിയിലെങ്ങാണ്ടുള്ള ഗ്രാമങ്ങൾ കേരളത്തിലെങ്ങനെ ആയിരിക്കണം. അപ്പോൾ തന്നെ അവർ പറഞ്ഞു ധ്യാനത്തിന് പോയെന്ന്. ഇവിടെ എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് കൊലപാതകം മറക്കേണ്ടത്, എങ്ങനെയാണ് അഭിനയിച്ചിരിക്കേണ്ടത്. പിള്ളേരെ വരെ പഠിപ്പിക്കും. മനസ്സിലായി? മരിച്ചുപോയ കൊച്ചു വരെ വരുമ്പോൾ പറഞ്ഞേനെ മുങ്ങി മരിച്ചതാണ്. അതാണ് സ്റ്റോറി. അത് കേരള സ്റ്റോറി. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾ സിനിമ കാണാത്തതിന് കുഴപ്പം. സിനിമ കണ്ടാലും ഇതൊക്കെ പഠിക്കാൻ പറ്റും. സംബന്ധിച്ച് തെളിവായി മൊബൈലിൽ പകർത്തിയ ചിത്രങ്ങൾ പോലീസ് കണ്ടെടുത്തു. അത് തെളിവല്ല. മൊബൈൽ മുക്കിക്കൊല്ലുന്നതും തെളിവായിട്ട് എടുത്തിട്ട് മുക്കിക്കൊല്ലുന്ന സീനൊന്നുമില്ല. ഇത് ഒരു കള്ളക്കേസ് സാധനം മതി കേട്ടോ. ആ കൊച്ചിന് വിഷാദരോഗം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കാരണം കുടുംബത്തിന്റെ മാനം പോയെന്ന് പറഞ്ഞുകൊണ്ട് ആ കൊച്ചു വെള്ളത്തിൽ ചാടിയിട്ട് ഇവർ കള്ളക്കേസ് ഉണ്ടാക്കി അപ്പനെ കുടിക്കാനാണേ. പോലീസുകാരെന്താ ചെയ്യാന്നുള്ളത് പോലീസുകാർക്കല്ലേ അറിയത്തുള്ളൂ. പക്ഷെ അങ്ങനെയൊന്നും അല്ല, നല്ലൊരു സ്റ്റോറിയാണിത്. ഈ സ്റ്റോറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണെന്നറിയോ? ലൈംഗിക ബന്ധം. ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചേ. ഒന്ന് ആലോചിച്ച് 18 വയസ്സ് കഴിഞ്ഞിട്ടില്ല, പിള്ളേരാണ്, നല്ല കളിയാണ് അവിടെ. അതൊക്കെ ഒരു സുഖമല്ലേ? നമുക്ക് കിട്ടിയോ അങ്ങനെ അവസരം? ഇല്ല. കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് മരിക്കാൻ നേരം കൊണ്ട് ചാവാതില്ലേ. പക്ഷേ അപ്പനയാളല്ലായിരിക്കണം, എല്ലാം തന്നവരങ്ങ് ചെയ്യൂ. പക്ഷെ പെണ്ണിനെ പേടിക്കേണ്ട കാര്യമുള്ളൂ, നമുക്ക് പേടിക്കണ്ട. ആണുങ്ങൾ അടിച്ചിട്ട് അങ്ങ് പോയാൽ മതി. ഒന്നാനെ കൊണ്ട് മുക്കിക്കൊല്ലും എന്തിനും നമുക്ക് തന്നെ. നമുക്ക് കൊണ്ടൊന്നില്ല അടിച്ചങ്ങ് കയറ്റിയിട്ട് അവിടെ തന്നെ എടുക്കട്ടെ, നമ്മളെ സുഖമാവില്ല നമുക്ക്. എവിടെ ഓട്ടെ കെട്ടാനൊക്കെ ആയിട്ടുള്ള പരിപാടിയായിട്ട് വരും. നമ്മൾ നൈസായിട്ട് മുങ്ങോ എന്തെങ്കിലും ഒരു പറയുമോ അല്ലെങ്കിൽ ജാതിയോ മതമോ സാമ്പത്തികമോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ കൂടണം. അവിടെ എന്തുകൊണ്ട് തൂക്കിക്കൊല്ലോ, വിഷം കൊടുത്തുകൊല്ലോ, തൂക്കിക്കൊല്ലൊക്കെ ചെയ്യട്ടെ. നമുക്കെന്താ? അവൻ അപ്പനാണല്ലേ, അങ്ങനെ അവനുണ്ടാക്കിയല്ലേ പെണ്ണിനെ. ഗർഭമല്ലാതെ കൊച്ചുണ്ടാവുമോ? എന്ത് ആ പെണ്ണ് ഗർഭിണി ഇവനെന്നാ അതൊന്ന് പ്രസവിക്കട്ടെ, നീ എന്നെ വളർത്ത്, അല്ലെങ്കിൽ അവൾ തന്നെ വളർത്തിട്ട്. ഇവിടെ ഇത്ര പെണ്ണുങ്ങൾ തന്നെ ജീവിക്കുന്നു. പെണ്ണ് ഈക്വലല്ലേ? ആണും പെണ്ണും തമ്മിൽ എന്താ വ്യത്യാസം? ഗർഭിണിയാകുന്നത് അവിടെ ഉത്തരവാദിത്തമാണ്, ഗർഭിണി ആയിരിക്കുന്നത് അവിടെ ഉത്തരവാദിത്തമാണ്. അതവിടെ ശരീരത്തിൽ നടക്കുന്ന സംഭവമാണ്. അപ്പോൾ അത് അവൾ സ്വമേധയാ അത് ഗർഭിണിയായിട്ട് പിന്നെ എടുത്തിട്ട് ചെറുക്കനെ അങ്ങനെ പറയാൻ പറ്റത്തില്ല. അത് പെണ്ണിൻ്റെ ഉത്തരവാദിത്തമാണ് ഗർഭം. അറിയോ? കൊച്ചിനെ തന്നെ വളർത്തിക്കണം വേണമെങ്കിൽ, അല്ലാതെ നമ്മൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ പണി വേറെയാണ്. നമുക്ക് വീണ്ടും ഇഷ്ടംപോലെ കളിക്കാനുണ്ട്. എല്ലാവരും ഗർഭിണിയാക്കും ചിലപ്പോൾ. അതിനാണ് ആണുണ്ടായിരിക്കുന്നത്, അറിയാലോ. ആണിൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഗർഭം ഉണ്ടാക്കുക. മറ്റേ ഇനി വല്ല പിതാക്കന്മാരിങ്ങനെ കൊല്ലുന്നവരുടെ കൊണ്ടുണ്ടാകുന്ന നമ്മുടെ വിഷയമല്ല. ഓക്കെ, നമ്മൾ അറിയേണ്ട കാര്യമില്ല. നമുക്ക് ലൈംഗിക ബന്ധമാണ് മെയിൻ. ലൈംഗിക ബന്ധത്തിന് അപ്പുറത്തൊരു ബന്ധമില്ല. എനിക്കതാണ് താല്പര്യം. അതുകൊണ്ട് ഞാൻ അതാണ് കൂടുതൽ ശ്രദ്ധിച്ചത്. ഞാൻ അതിനെപ്പറ്റി സങ്കല്പിക്കുകയായിരുന്നു. എവിടെ വിചാരിക്കും? കുറ്റിക്കാട് ഓയോ റൂമിലൊന്നും പോകാൻ റൂം കിട്ടത്തില്ലല്ലോ ഇവർക്ക്. വീട്ടിൽ തന്നെ വന്ന് കയറി കാണും. ഇവിടെ അമ്മയില്ലല്ലോ, അപ്പൻ പണിക്ക് പോകും. അമ്മയില്ലാത്ത സമയത്ത് ചെക്കൻ വീട്ടിൽ കയറി കാണും. ഓ, ഹാർഡ് കോർ ആണല്ലോ അവിടെ. ആ സീനൊക്കെ നല്ല രസമാണല്ലേ. ഈ മരുന്ന് അങ്ങനെ ആക്കിയത് നല്ലൊരു ലവ് സ്റ്റോറി. പ്രായമായിട്ടുള്ള ശരി തന്നെയാണ്. പക്ഷെ ഇത് നിയമത്തിലേക്ക് എത്തുമ്പോണ്ടല്ലോ ശരിക്കും ആ പയ്യനെ പോക്സോ കേസിൽ അറസ്റ്റിലാവും. അവനും പ്രായം കുറഞ്ഞവനാണെങ്കിൽ ഇവളേക്കാൾ 3 വയസ്സിന്റെ വ്യത്യാസം ഉള്ളെങ്കിൽ എന്തോ പ്രശ്നമില്ല. ഗർഭിണിയായാൽ ആ പെൺകുട്ടി പ്രസവിക്കണോ വേണമെന്നുള്ള പിന്നെ മെഡിക്കൽ ഒരു ഡോക്ടർ തീരുമാനിക്കും. ഗൈനക്കോളജിസ്റ്റ് ചെക്കപ്പ് ചെയ്തിട്ടാണ് തീരുമാനിക്കുന്നത്. അത്രയുള്ള ഇഷ്യൂ. പിന്നെ ഈ ചെറുപ്രായത്തിൽ ഗർഭിണിയായി ആ കൊച്ചിനെ കൊണ്ടുള്ള കെട്ടിച്ചാലും അവൾ ഡിവോഴ്സ് ആവുക ചെയ്യുമ്പോൾ
അതൊരു ആ പ്രായത്തിലൊരു ഇൻഫാക്ച്വേഷൻ കൊണ്ട് നടക്കുന്നത്. അല്ലാതെ അവർക്ക് പിന്നീട് അത് ആ താല്പര്യം ഉണ്ടാകുന്ന നിർബന്ധമൊന്നുമില്ല. കുറേ കഴിയുമ്പോൾ ഈ താല്പര്യം അങ്ങ് പോകും. പിന്നെ വേറെത്തിനോട് താല്പര്യം തോന്നും, വേറെ എടുത്തിടാൻ താല്പര്യം തോന്നും. അങ്ങനെ അവിടെ അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞ് തലവെട്ടി മാറ്റുന്ന സീനൊക്കെ ഉണ്ട്. അയ്യോ അവൾ എന്തായാലും ചാകും, ശരിയല്ലേ? കുറച്ച് കഴിയുമ്പോൾ അവൾക്ക് അവിഹിതമാവും, അല്ലെങ്കിൽ ഇവൻ അവിഹിതമാവും. അത് ചോദിച്ചാൽ ഇവിടെ ആകൂലെന്ന് അല്ലേ? ഏത് വഴിക്കാണെങ്കിലും പെണ്ണിനെ തല വെട്ടിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി നിൽക്കൽ ഞങ്ങളുടെ രീതിയാണ്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലെ തമിഴ്നാട്ടിലൊക്കെ സൗത്തിലേക്കാണെങ്കിലും തമിഴ്നാട്ടിലേക്ക് ഒന്നിനും കാണിച്ചു തരാം. നമ്മളങ്ങനെ മനസ്സിലായ തലയും വെട്ടും, ചുമ്മാ കൊണ്ടോട് എല്ലാം മുക്കിക്കൊല്ലും, എല്ലാം തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കും. ഇവിടെ പണ്ടൊക്കെ ഉണ്ടാകുന്നു, കേരളത്തിലേക്ക് അങ്ങനത്തെ ആചാരങ്ങൾ ഉണ്ടാകുന്നതാണ്. ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു കെവിൻ എന്ന് പറഞ്ഞ ആളെ ദുരഭിമാനക്കൊല എന്നൊക്കെ പറഞ്ഞ പരിപാടി നടത്തിയാണ്. ഞങ്ങൾക്ക് അഭിമാനം കുറച്ച് കൂടുതലാണേ, എന്താണെന്നറിയില്ല. അതിപ്പോൾ മകളാണെങ്കിലും ഭാര്യയാണെങ്കിലും പെണ്ണാണോ തട്ടിക്കളയാനുള്ളതാണ്, മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് ലൈംഗിക ബന്ധം എന്ന് പറഞ്ഞാൽ എന്താ ബന്ധം എന്നറിയുമോ? അതൊരു ബന്ധമാണ്, അതൊരു സുഖമുള്ള ബന്ധമാണ്. പക്ഷേ അവിടെ ഈ ഗർഭവും അനാവശ്യമായ പരിപാടികൾ വരുമ്പോൾ ചില ഇവർക്ക് ഇത് മാനേജ് അറിയാത്ത സ്ഥലത്താണ് ഈ പ്രശ്നം വരുന്നത്. പിന്നത്തെ പറഞ്ഞാൽ ഇതിനു വേണ്ടിയിട്ട് മാത്രം ജീവിക്കുന്ന ഒരു പരിപാടിയുണ്ട് ഇവിടെ. അത് ഈ നാടിൻ്റെ പ്രശ്നമാണ്. ഇവിടെ ഈ മറ്റേ സെക്ഷൽ എക്സ്പോഷറൊക്കെ കുറവായതുകൊണ്ട്, ഈ എക്സ്പീരിയൻസും കുറഞ്ഞതുകൊണ്ട് ഇതാണ് എല്ലാം എന്നുള്ള രീതിയിൽ അങ്ങ് ജീവിച്ചു തുടങ്ങി. കളിയാണ് മെയിൻ. ഒരു പെണ്ണെ കിട്ടി എങ്ങനെ കളിച്ചാൽ മതി അവന്. അപ്പോൾ അതുകൊണ്ട് ഈ കളി അധിഷ്ഠിത വിദ്യാഭ്യാസം ആയതുകൊണ്ട്, ലൈംഗിക വിദ്യാഭ്യാസം, അതായത് സെക്ഷൽ എന്താ പറയുക, സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സെക്സ് ചെയ്യാനുള്ള എഡ്യൂക്കേഷൻ ആണെന്നെങ്കിൽ അല്ലാന്ന് പറയുന്ന പോലത്തെ ആൾക്കാരായിട്ടുള്ളൂ. സെക്സ് ചെയ്യാൻ നടക്കുന്നില്ല, പിന്നെ എന്തിനാണ് ഇതൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്ത് എന്താ ചുമ്മാ ഒരു കാര്യമില്ലാത്ത കാര്യങ്ങൾ പഠിക്കുമോ? ശരി, ഇപ്പം ആരെങ്കിലും എന്താ പറയുക, എന്താ പണ്ടത്തെ ഒരു സാധനം ഈ ചർക്ക ഇറക്കുക ഏതാണ്ട് സാധനം ഇല്ലേ, മറ്റേ തുണി നെയ്യാനായിട്ട്, ആ സാധനം ഇപ്പം പഠിക്കുമോ? ഇല്ലല്ലോ എന്ന് പറഞ്ഞാലേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പം പ്രയോജനമൊന്നുമില്ല. ഇവിടെ സെക്സ് ഒന്നും അവൈലബിൾ അല്ലാത്തത് സെക്സ് എഡ്യൂക്കേഷൻ കൊണ്ടൊന്നും തീരുന്ന പ്രശ്നമല്ല ഇത്. ഇവിടെ നടക്കുന്ന ഓരോ ബലാത്സംഗത്തിൻ്റെയും പിന്നിൽ അല്ലെങ്കിൽ ഒരു മാനസിക വിഭ്രാന്തി മാത്രമല്ല, അതിനൊരു അല്ലെങ്കിൽ ഓരോ ചതിയുടെയും ഓരോ വഞ്ചനയുടെയും അല്ലെങ്കിൽ ഓരോ കൊലപാതകത്തിൻ്റെയും ഓരോ ഗർഭത്തിൻ്റെയും ഓരോ മാനസിക നിലയുടെയൊക്കെ പുറയിലെല്ലാം ഈ നാട്ടിൽ ഒളിഞ്ഞിരിക്കുന്നത് ഈ ലൈംഗിക ദാരിദ്ര്യമുണ്ട്. പല മാനസിക രോഗങ്ങൾ വിട്ടേക്ക്, അല്ലാത്ത ഇതിനിടയിൽപ്പെട്ടിട്ട് മദ്യപിച്ചിട്ട് എന്ന് പിടിക്കുന്ന ടീംസൊക്കെ ലൈംഗിക ദാരിദ്ര്യമാണ്. അയാൾ മാനസിക രോഗി ആയിരിക്കത്തില്ല. ഇവിടെ ഒത്തിരി പിള്ളേരെ പീഡിപ്പിക്കുന്നവരല്ല, വിടഫിലേക്കായിട്ടുള്ളവരൊന്നും അല്ല. അവരങ്ങ് വെള്ളം അടിച്ചപ്പോൾ അങ്ങ് പറ്റിയാന്ന് പറയുന്നത്. സമനില തെറ്റി. കാരണം ഈ സാധനം കിട്ടിയിട്ടില്ല, ഇത് അറിയത്തില്ല. ഇതിന് കൃത്യമായിട്ട് അറിയാത്തവരെല്ലാം പ്രശ്നം ഉണ്ടാക്കും. അതിനെ ശരിക്കും പറഞ്ഞാൽ ഈ എന്താ പറയുക, സെക്സോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പോ ഒന്നും വ്യക്തമായിട്ട് എൻജോയ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിൻ്റെ കുറച്ചുകൂടി മര്യാദയ്ക്ക് മാന്യമായിട്ട് നടത്താനോ ഒരുമാതിരിപ്പെട്ടവർക്ക് അറിയത്തില്ല. അത് അറിയാത്തതിൻ്റെ കാരണം അവരുടെ ദാരിദ്ര്യം കൊണ്ടാണ്. മനസ്സിലായോ? അവർക്ക് ലൈംഗിക ദാരിദ്ര്യം ഉള്ളതുകൊണ്ട് തന്നെ ഇതൊരു എങ്ങനെ ഈ സാധനം ഉരയ്ക്കാനായിരിക്കുന്നത്, ഉരയ്ക്കലേ അറിയത്തുള്ളൂ. അവിടെയാണ് ഈ പ്രശ്നം ഇരിക്കുന്നത്. അതിന് എത്ര ഒരു വിദ്യാഭ്യാസവും ഏത് പൊസിഷനിൽ നിന്നിട്ടും കാര്യമില്ല. കാരണം അയാൾക്ക് ഈ സാധനം കണ്ടുവരികയില്ല, അല്ലെങ്കിൽ ഇത് അറിയത്തില്ല. അപ്പോൾ അതിനകത്ത് ഏത് രീതിയിലാണ് മാനേജ് ചെയ്യണമെന്ന് അറിയാത്തൊരു മനുഷ്യൻ എന്ത് ചെയ്യാനാ? അയാൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും, അയാൾക്ക് പറ്റുന്ന പോലൊക്കെ ചെയ്യും. ഒന്നും പറ്റിയില്ല ബലാത്സംഗം ചെയ്യും. അതിനെന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ് എൻ്റെ പല കൂട്ടുകാരും പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ എന്താ അങ്ങനെ ചെയ്താൽ എന്തെങ്കിലും ചെയ്താൽ ഞാൻ അങ്ങനെ ചെയ്യരുത്, എന്തുകൂടി പറയുന്നത്, ഇത് ഇത്ര അത്യാവശ്യം, നിനക്ക് എന്താ പ്രശ്നം എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട് പലരോടും, എന്തിനാ ഇങ്ങനെ വളഞ്ഞൊടിഞ്ഞ് ഇത്ര മെനക്കെട്ട് ഭയങ്കര പണിയെടുത്ത് പറ്റിച്ച് കള്ളമൊക്കെ പറഞ്ഞ് വെറുതെ ഒരാളെ മെനക്കെടുത്തി ഒരു കളിക്കുക. ഇത് ഇവിടുത്തെ പെണ്ണുങ്ങൾ അത് തന്നെ വേണം, അത് വേറെ കാര്യം. മര്യാദയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാകാത്തവന്മാരാണ് ഇവിടെ കൂടുതലും. അങ്ങനെയാണ് ഇവിടെ കളി നടക്കുന്നത്. കളി എന്ന് പറയുന്നത് വലിയ എന്തോ പരിപാടിയാണ്, ഏറ്റവും വലിയ പരിപാടിയാണ് കളി. സമ്മതിക്കണം. എന്നാൽ ഇത് ശരിക്കും പറഞ്ഞാൽ അറിയാവുന്നവർക്ക് ഇതൊരു വിഷയമല്ല. എന്നെ സംബന്ധിച്ച് ഞാൻ ഇങ്ങനെ കള്ളത്തരം പറഞ്ഞും പുറകെ നടന്നൊന്നും ഒരാളെടുത്തൊന്നും ചെയ്യാറില്ല. എന്താ നമുക്കൊരു കണക്ഷൻ തോന്നിയാൽ ഓക്കെയാ, അല്ലാതെ ഇതിനു വേണ്ടി അങ്ങ് ഒരുപാട് പണിയെടുക്കരുത്. അത് പലർക്ക് അറിയത്തില്ല. ഇതിനു വേണ്ടിയിട്ട് അങ്ങ് ഇറങ്ങി നിന്ന് രാവിലെ ഇറങ്ങി ഇതിനു വേണ്ടി കിടന്ന് പണിയെടുത്ത് എല്ലാം ഇതിനു വേണ്ടി ആരെ കുത്തി മലത്തിയിട്ടാണെങ്കിലും ഒരു കളി കളിക്കണം. ഭയങ്കര ഗതികെട്ടവന്മാരെ ഇവിടെ ഉള്ളവർ. ഇതുപോലെ ഗതികെട്ട മനുഷ്യരെ ഞാൻ കണ്ടിട്ടില്ല. ഇല്ല, ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും ദാരിദ്ര്യം, ഭയങ്കര ദാരിദ്ര്യമാണ്. പട്ടിണി കിടക്കുന്ന പോലെയൊക്കെ ഫീലാണ് പലർക്കും ലൈംഗിക ദാരിദ്ര്യം. ഈ പട്ടിണി കിടക്കുന്ന ചക്കമ്പൂർ വീട്ടിൽ എങ്ങനെയാണോ അത് കൈകാര്യം ചെയ്യുന്നത്, അതുപോലെ അവർ ഈ സാധനം കൈകാര്യം ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് എന്താ പ്രശ്നം വെച്ചാൽ ഇവർക്ക് ശരിക്കും ഈ ഒരു സെക്ഷൽ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരക്കലായിരിക്കും. ഇങ്ങനെ ഒരക്കിട്ടില്ല, അതിനപ്പുറത്തോട്ടൊന്നും അല്ല. പിന്നെ കുറെ പിടുത്തവും വലിയൊക്കെ ഇത് പഠിച്ചു വെച്ചേക്കുന്നവരൊക്കെ അങ്ങ് ചെയ്യും. പക്ഷെ ഇതിനപ്പുറത്തോട്ടുള്ള പലതും പിന്നെയും ചെയ്ത് കുറെ കഴിഞ്ഞിട്ടൊക്കെ അവർക്ക് വല്ലതൊക്കെ ആലോചിക്കാൻ പറ്റുന്നത്. പക്ഷേ ഇവരുടെ മണ്ട നേരത്തെ അടഞ്ഞു പോയതുകൊണ്ട് അതും ആലോചിക്കത്തൊന്നുമില്ല. പിന്നെ ഇങ്ങനെ ഇരിക്കും. ഇവിടുത്തെ ആൾക്കാരുടെ സെക്സ് ലൈഫ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര പരാജയമാണ്. പലർക്കും അറിഞ്ഞിട്ടില്ല, പല പെണ്ണുങ്ങളും പറഞ്ഞിട്ടില്ല. ഫോർ പ്ലേ എന്നുള്ള വാക്ക് ഏതോ സിനിമ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറഞ്ഞ പടം ഇറങ്ങിയപ്പോൾ ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തത് പെണ്ണുങ്ങളാണ്. എന്തോ ഈ ഫോർ പ്ലേ ആണ്, നിങ്ങൾക്ക് അറിയത്തില്ല ഇതെന്തുവാണ് ഫോർ പ്ലേ ആഫ്റ്റർ പ്ലേ കിടക്കുന്നു. പിന്നെ ഇത് കൂടാതെ വേറെ കുറേ സാധനങ്ങൾ കിടപ്പുണ്ട്, ഫാന്റസീസ് കിടപ്പുണ്ട്, ഫെറ്റിഷ് ആക്സ് കിടപ്പുണ്ട്, വീഡിയോസോ മറ്റേത് മറിച്ചൊക്കെ കിടപ്പുണ്ട്. ഇത് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ബ്ലഷേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ കിടപ്പുണ്ട്. ഇതൊന്നും അറിഞ്ഞിട്ടില്ല, കളിയാ. എന്നിട്ട് നടക്കുന്ന അവസാനം എന്താ സംഭവിക്കുന്നത്, ഗർഭിണിയാകുക, ഗർഭിണിയാകും. പട്ടിയും പൂച്ചയൊക്കെ അങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയണം. ഗർഭിണിയായി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇതിനിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും. എന്നിട്ട് കുളമാക്കി ആലമ്പാക്കിയിട്ട് ഭയങ്കര പ്രശ്നങ്ങളിൽ പെട്ടിട്ട് ഇപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ കൊലപാതകത്തിൽ എത്തിച്ചിട്ട് അപ്പോൾ ഒരു ഓർഗാസം കിട്ടും. അതാണ് ഇവിടുത്തെ ഓർഗാസം.
ഇന്ത്യൻ ഓർഗാസം ഈസ് ലൈക്ക്